നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ബെൽറ്റുകൾ, അതായത് ഓൾട്ടർനേറ്റർ ബെൽറ്റ് ആകട്ടെ, AC ബെൽറ്റ് ആകട്ടെ, അങ്ങനെ 2-3 ബെൽറ്റുകൾ നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. ചില വാഹനങ്ങൾ ISG ഉള്ള വാഹനങ്ങളാണെങ്കിൽ ISG ബെൽറ്റ്, ഇനിയിപ്പം ഒരു ഒരു പവർ സ്റ്റിയറിംഗ്, അതായത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ഉള്ളതാണെങ്കിൽ ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ബെൽറ്റ്, അങ്ങനെ ഒരുപാട് ബെൽറ്റ് നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ടെന്ന് നമുക്കറിയാം. ശരിക്കും ഈ പറയുന്ന ബെൽറ്റുകൾക്ക് കൃത്യമായിട്ടുള്ള രീതിക്ക് ഒരു ടോർക്ക് വരുന്നുണ്ട്, അതായത് കൃത്യമായിട്ടുള്ള രീതിക്കാണ് ടൈറ്റ് ചെയ്യുന്നത്. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിത് സാധാരണ ടൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ പിടിച്ച് വലിച്ചു വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ഓക്കെ റെഡിയാണ്. ഇതല്ല, ശരിക്കും ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് എത്രത്തോളം ടൈറ്റ് ആകണം, എത്രത്തോളം ടൈറ്റ് കൂടാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കണക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിന് ശരിക്കും റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് വിനോദ് നന്ദു ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എഞ്ചിൻ AC കംപ്രസർ ബെൽറ്റ് മാറുമ്പോൾ ടൈറ്റ് ഓർ ടെൻഷൻ കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്? വീഡിയോ ചെയ്യാമോ? 100%. കാരണം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, വേറൊന്നും കൊണ്ടല്ല. ശരിക്കും ഇതുപോലെ ടൈറ്റ്നസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? AC ബെൽറ്റിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ AC ബെൽറ്റ് മാത്രമല്ല, AC ബെൽറ്റ്, ഓൾട്ടർനേറ്റർ ബെൽറ്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ടൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ശരിക്കും നമുക്കറിയാവുന്ന പോലെ ഈ ഓൾട്ടർനേറ്റർ ആണെങ്കിലും AC ആണെങ്കിലും വാട്ടർ പമ്പ് ആണെങ്കിലും ഇതിനൊക്കെ ശരിക്കും വരുന്ന മെയിൻ ഒരു ഘടകം എന്ന് പറയുന്ന ബെയറിംഗ് ആണ്. അതായത് നമ്മളിങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് കറങ്ങാൻ വേണ്ടി ഇതിനകത്തൊരു ബെയറിംഗ് എന്ന് പറയുന്ന യൂണിറ്റ് വരുന്നുണ്ട്. ബോൾ ബെയറിംഗ് ആണ് വരുന്നത്. ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്നൊരു സാധനം ഇങ്ങനെ പുള്ളി വെച്ചാണ്, അതായത് പല പുള്ളീസ് യൂസ് ചെയ്ത് ഒരു ബെൽറ്റ് യൂസ് ചെയ്താണ് ഇതിനെ കറക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കറക്റ്റ് ടൈറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിട്ട് കറങ്ങിപ്പോക്കോളും. ചെറിയ ലോഡ് ഉണ്ടെങ്കിൽ പോലും സ്മൂത്തായിട്ട് കറങ്ങിപ്പോക്കോളും. പക്ഷേ ഇവിടെ ലോഡ് കൂടുകയാണ്, ഇങ്ങനെ കറങ്ങുന്ന ഒരു ഐറ്റത്തിൽ ഇവിടെ ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിന് ലോഡ് കൂടുതലാണെങ്കിൽ താഴോട്ട് വലിക്കും. പക്ഷേ ഇത് താഴോട്ട് പോകാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അന്നേരം ഈ ബെൽറ്റ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ, അതായത് ഓവറായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ലോഡ്, അതായത് നമ്മൾ ഈ ടൈറ്റ് ചെയ്യുന്ന ലോഡ് വരുന്നത് ഇതിൻ്റെ ബെയറിങ്ങിലോട്ടായിരിക്കും വരുന്നത്. നമ്മൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, വാട്ടർ പമ്പിൻ്റെ അല്ലെങ്കിൽ വാട്ടർ പമ്പ് പോയി, അല്ലെങ്കിൽ വാട്ടർ പമ്പിൻ്റെ ബെയറിങ്ങിന് പ്രശ്നമുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് വരുന്നുണ്ട്. ചെക്ക് ചെയ്തപ്പോൾ വാട്ടർ പമ്പിൻ്റെ ബെയറിങ് പോയതാണ്, അല്ലെങ്കിൽ വാട്ടർ പമ്പ് പോയതാണ്. വാട്ടർ പമ്പിൻ്റെ ബെയറിങ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ അസംബ്ലി മാറേണ്ടി വരും, ബെയറിങ് മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല. ഇനി ഓൾട്ടർനേറ്റർ ആണെങ്കിൽ ഓൾട്ടർനേറ്ററിൻ്റെ ബെയറിങ് മാത്രമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ഓവർ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മളത് ടെൻഷൻ കൊടുത്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ബെയറിങ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബെൽറ്റിൻ്റെ ലൈഫ് കുറയാനുള്ള ചാൻസസും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിക്കുള്ള ടോർക്കിന് നമ്മൾ ഈ പറയുന്ന ബെൽറ്റ് ടൈറ്റ് ചെയ്യണം, അല്ലാതെ ഓവറായിട്ടുള്ള രീതിക്ക് ടൈറ്റ് ചെയ്യില്ല. ഇനി നമുക്ക് തമ്പ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ബെൽറ്റിൻ്റെ പുറത്ത്, അതായത് വാഹനം ഓഫായിരിക്കുന്ന കണ്ടീഷനിൽ മാത്രം നമ്മൾ തമ്പ് യൂസ് ചെയ്ത്, അതായത് ഈ തള്ളവിരൽ യൂസ് ചെയ്ത് ബെൽറ്റിൻ്റെ പുറത്തോട്ടൊന്ന് പ്രസ് ചെയ്ത സമയത്ത് ഒരുപാട് താഴെ പോകാൻ പാടില്ല. ഒരു ചെറിയൊരു മിനിമം ലെവലിൽ ഒരു ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിക്ക് ഒരു ഒരു ലെവൽ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓണേഴ്സ് മാനുവൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഹനത്തിന് ഓണേഴ്സ് മാനുവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നല്ല രീതിക്ക് ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ ബെൽറ്റ് ലൂസാണ്. ബെൽറ്റ് ലൂസാണെങ്കിലും പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൽറ്റ് പെട്ടെന്ന് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് തേഞ്ഞ് തീർന്ന് ബെൽറ്റ് ചിലപ്പോൾ ഊരിപ്പോവും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും, അങ്ങനെ ഒരു ചാൻസ് കൂടുതലാണ്. ഇനി ടൈറ്റ് ആയാലും ഇതുപോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്, ബെയറിങ്ങും കാര്യങ്ങളൊക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ടോർക്കിൽ തന്നെ നമ്മൾ ബെൽറ്റും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തിരിക്കണം. ഓവർ ആയി കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനത്തിൻ്റെ ബെൽറ്റുകൾ ടൈറ്റ് അല്ല, കൃത്യമായിട്ടുള്ള ടൈറ്റ് ആണെന്നുള്ളത്, അതായത് ഓവർ ടൈറ്റ് അല്ല, കൃത്യമായിട്ടുള്ള രീതിക്കാണ് അത് ടൈറ്റ് ചെയ്തിരിക്കുന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും.